आज की हिंदी कक्षा में सभी को स्वागत है। इन्नते हिंदी क्लाസ്സിലേക്ക് ഏവർക്കും स्वागतम। मुंशी प्रेमचंद जी की कहानी ईदगाह। पिछले कक्षा में हमने पढ़ा कि हामिद और उनके दोस्त ईद मनाने के लिए ईदगाह की ओर जा रहे हैं। जाते जाते हामिद और उनके दोस्त महसिन पुलिस वालों के बारे में बताते हैं। चोरी वे ही करवाते हैं, उसे कोई नहीं पकड़ेगा, यानी पुलिस वाले ही चोरी करवाते हैं। इसके बाद वे ईदगाह पर पहुंचते हैं। कई तरह के लोग वहाँ हैं। ईदगाह में कोई धन और पद नहीं देख सकता। एक साथ सब लोग नमाज पढ़ते हैं। बिजली की लाखों बत्तियाँ जिस प्रकार बुझती है और प्रदीप्त होते हैं, उसी प्रकार वहाँ सब लोग नमाज पढ़ते हैं। वह बहुत सुंदर दृश्य है। इतना ही पिछले कक्षा में हमने पढ़ा था। चलते हैं आगे की ओर। पिछले कक्षा में हमने अंत में यही पढ़ा कि नमाज पढ़ते समय ऐसे लगता है कि बिजली की लाखों बत्तियां एक साथ प्रदीप्त हो और एक साथ बुझ जाएं, और यही क्रम चलता रहा। कितना अपूर्व दृश्य था, जिसकी सामूहिक क्रियाएं विस्तार और आनंददा हृदय को श्रद्धा, गर्व और आत्मानंद से भर देती थी। ഈ അപൂർവ ദൃശ്യം കാരണം അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾ, അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അത് ഹൃദയത്തെ വളരെ വിസ്താരമാക്കുകയും ഹൃദയത്തിന് അല്ലെങ്കിൽ നമുക്ക് ഭക്തിയും, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്, ഗർവ്, അഭിമാനം और ആത്മാനന്ദ से भर देती थी. നമ്മുടെ ഹൃദയം ആത്മസന്തോഷവും അഭിമാനവും ഭക്തിയും നിറഞ്ഞ ഒന്നായി തീരും. അപ്രകാരമുള്ള ഒരു സാമൂഹിക പ്രവർത്തനമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവിടെ ജാതി, വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് നിസ്കരിക്കുകയാണ്. मानो भातृत्व का एक सूत्र इन समस्त आत्माओं को एक लड़ी में पिरोए हुए हैं. അതുമാത്രമല്ല, ഈദ്ഗാഹിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഭാതൃത്വ ക एक സൂത്ര. ഭാതൃത്വം എന്ന് പറഞ്ഞാൽ സാഹോദര്യം, സാഹോദര്യത്തിൻ്റെ ഒരു നൂലിൽ, സൂത്രം എന്ന് പറഞ്ഞാൽ നൂലാണ്. ഇൻ സമസ്ത ആത്മാവോക്കോ, ഒരു നൂലിൽ ഈ സമസ്ത ആത്മാക്കളെയും ലടിയമേ പിരോയെ ഹുവേ, ഒരു വരിയിൽ അല്ലെങ്കിൽ ഒരു ചരടിൽ കോർത്തെടുത്ത പോലെ നമുക്ക് കാണാൻ സാധിക്കും. സാഹോദര്യം എന്ന നൂലിൽ, ചരടിൽ എല്ലാ ആത്മാക്കളെയും കോർത്തെടുത്ത പോലെ നമുക്ക് फील ചെയ്യുമെന്നാണ് പറയുന്നത്. നമാസ് ഖത്തം ഹോ ഗയി ഹൈ. അങ്ങനെ നമാസ് അവസാനിച്ചിരിക്കുകയാണ്, നിസ്കാരം അവസാനിച്ചിരിക്കുകയാണ്. ലോग ആപ്പസ് മേ ഗലെ മിൽ രഹേ ഹൈ. ആളുകൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. ഗലെ മിൽന എന്ന് പറഞ്ഞാൽ ആശ്ലേഷമാണ്, കെട്ടിപ്പിടിക്കുക. നിസ്കരിച്ചു കഴിഞ്ഞാൽ
നമസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു ചടങ്ങാണ് ഗലെ മിൽന. तब मिठाई और खिलौने की दुकानों पर धावा होता है. നമാസിന് ശേഷം എല്ലാവരും മിഠായി വിൽക്കുന്ന, അതുപോലെ കിലോനെ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകളിലേക്ക് ഓടാൻ തുടങ്ങി. ദാവ ഹോത്ത ഹെ മീൻസ് ഓടുക, അവിടേക്ക് പോകാൻ തുടങ്ങി. ग्रामीणों का ये दल इस विषय में बालगों से कम उत्साही नहीं है. നമുക്കറിയാം, ഈദ്ഗാഹിൽ ഗ്രാമത്തിൽ നിന്നും ഒരു സംഘം എത്തിയിട്ടുണ്ട്. പല മേഖലയിൽ നിന്നും, പല നഗരങ്ങളിൽ നിന്നും, ഗ്രാമങ്ങളിൽ നിന്നും ഒരുപാട് സംഘങ്ങൾ നിരനിരയായിട്ട് അവിടെ ഉണ്ട്. അതിൽ ഗ്രാമീണർ ചെറിയ കുട്ടികളെ ഉത്സാഹം, അവർക്കും ഉത്സാഹത്തിൽ ഒരു കുറവുമില്ല എന്നാണ് പറയുന്നത്. ഗ്രാമീണൊക്കെ ഈ ധൽ ഇസ് വിഷയമേ, അതായത് ഈ കടകളിലേക്കൊക്കെ ഓടാൻ, കളിപ്പാട്ടങ്ങൾ വാങ്ങാനും കാണാനും അവരും കുട്ടികളെപ്പോലെ തന്നെ അവർക്കും ഉത്സാഹത്തിന് ഒരു കുറവുമില്ല. യേ ദേക്കോ ഹിൻഡോൽ ഹേ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം കാണുന്നതാണ് അവിടെ ഹിൻഡോൽ, ഒരു ഊഞ്ഞാലുണ്ട്. ഹിൻഡോൽ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാണ്. ഏക് പൈസ ദേക്കർ ഛട് ജാവോ. നമുക്കതിൽ കയറാൻ സാധിക്കുക ഒരു പൈസ കൊടുത്താലാണ് ആ ഊഞ്ഞാലിൽ നമുക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. കബി ആസ്മാൻ പർ ജാത്തെ ഹുവേ മാലൂം ഹോങ്കെ, കബി ജമീൻ പർ ഗിർത്തെ ഹുവേ. നമ്മൾ ആ ഊഞ്ഞാലിൽ ആടുകയാണെങ്കിൽ ആകാശത്തേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും, അതുപോലെ തന്നെ ഭൂമിയിലേക്ക് വീഴുന്നത് പോലെയും നമുക്ക് ആ ഊഞ്ഞാലിൽ ആടിയാൽ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ആ ചന്തയിൽ അല്ലെങ്കിൽ ഈദ്ഗാഹിൻ്റെ അടുത്തുള്ള ആ കടകളിൽ അല്ലെങ്കിൽ ആ ഉത്സവ പറമ്പിൽ ആണ് ഇവർ എത്തിച്ചേരുന്നത്. പിന്നെ അവിടെ കാണാൻ സാധിക്കുന്നത് ഈ ചർക്കി. ചർക്കി എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന യന്ത്രം അല്ലെങ്കിൽ ചക്രം എന്നാണ് അർത്ഥം. ലക്കടിക്ക് ഹാത്തി, ഘോഡെ, ഊണ്ട്, ചടോൻ സെ ലടുക്കെ ഹുയെ. അതുപോലെ തന്നെ അവിടെ ചക്രങ്ങളുണ്ട്, കറങ്ങുന്ന യന്ത്രമുണ്ട്. ലക്കടിക്ക് ഹാത്തി, മരം കൊണ്ടുണ്ടാക്കിയ ആനയുണ്ട് കളിപ്പാട്ടമായിട്ട്. ഘോഡയുണ്ട്, കുതിരയുണ്ട്. ഊണ്ട്, ഒട്ടകമുണ്ട്. ഇതെല്ലാം ചടോസയിൽ എടുക്കേ ഹുയേ. ഇതെല്ലാം കോലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ ചന്തയിലൊക്കെ ഉത്സവ പറമ്പിലൊക്കെ പോയാൽ നമുക്ക് കടകളിൽ ഇത് കാണാൻ സാധിക്കും. ഏക് പൈസ ദേക്കർ ബൈഠ് ജാവോ ഓർ 25 ചക്രോं का मजा लो. കൂടാതെ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചക്രത്തിൽ കറങ്ങാനായിട്ട് സാധിക്കും. 25 പ്രാവശ്യം നമുക്ക് കറങ്ങി നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം. മസാലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആനന്ദിക്കാം. ചക്രോ എന്ന് പറഞ്ഞാൽ കറങ്ങുക. 25 എന്ന് പറഞ്ഞാൽ 25. 1 രൂപ കൊടുത്താൽ 25 തവണ നമുക്ക് ആ ചക്രത്തിൽ കറങ്ങാനായിട്ട് സാധിക്കും. മുഹമ്മദ് और मोहसिन और नूर और सम्मी इन घोड़ों और ऊँटों पर बैठते हैं. നമുക്കറിയാം, ഹാമിദിൻ്റെ സുഹൃത്തുക്കളായ മഹ്മൂദ്, മൊഹ്സിൻ ഓർ നൂർ ഓർ സമ്മി, ഇവർ 5 പേരും ഈ നമ്മൾ പറഞ്ഞ ഈ ഗോഡോ ഓർ ഊണ്ടോ പർ ബൈഠത്തെ ഹെ, ഈ കറങ്ങുന്ന യന്ത്രത്തിൽ ഉള്ള കുതിരയിലും അതുപോലെ ഒട്ടകത്തിലും കയറിയിരിക്കുന്നു. ഹാമിദ് ധൂർ കടാഹെ. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഹാമിദ് വളരെ ദൂരത്ത് നോക്കി നിൽക്കുകയാണ്. കാരണം അവൻ്റെ അടുത്ത് അത്ര മാത്രം പൈസ ഇല്ല. പൈസ കൊടുത്ത് ഇതിലൊക്കെ കയറി കളിക്കാൻ അവൻ്റെ അടുത്ത് പൈസ ഇല്ല. 3 ही पैसे तो उसके पास है. കേവലം നമുക്കറിയാം 3 പൈസയെ അവൻ്റെ അടുത്ത് ഉള്ളൂ. अपने
कोष का तिहाई ज़रा सा चक्कर खाने के लिए नहीं दे सकता. അവൻ്റെ കയ്യിലുള്ള പൈസയുടെ തിഹായി എന്ന് പറഞ്ഞാൽ മൂന്നിൽ ഒരു ഭാഗം ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ചക്കർ ഖാനെ കെ ലിയെ നഹി ദേ സക്ത, അവൻ കൊടുക്കാൻ അവന് സാധിക്കില്ല. അവൻ്റെ കയ്യിലുള്ള പൈസയുടെ മൂന്നിൽ ഒരു ഭാഗം പോലും, ഒരു പൈസ പോലും അവന് ഇങ്ങനെ കറങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കുന്നതിന് വേണ്ടി കൊടുക്കാൻ സാധിക്കില്ല. കാരണം അവൻ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസ അവൻ്റെ ദാദിമ കൊടുത്തിരിക്കുന്നത്. അവന് അച്ഛനില്ല, അമ്മയില്ല. കുറച്ച് നേരത്തെ കറക്കത്തിന് വേണ്ടി അവനത് കൊടുക്കാൻ സാധിക്കില്ല. സബ് ചർക്കിയോ സെ ഉത്തർത്തെ ഹെ, അങ്ങനെ എല്ലാവരും ആ ചക്രത്തിൽ നിന്ന്, കറങ്ങുന്ന യന്ത്രത്തിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ കിലോനെ ലെങ്കി, ഇനിയിട്ട് അവർ ടോയ്സ് വിൽക്കുന്ന കടകളിലേക്ക് പോകുന്നു, ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇതർ ദുക്കാനോ കതാർ ലഗി ഹുയി ഹെ, അവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് കടകൾ നിരനിരയായിട്ട് ഉണ്ട്. ഖത്താർ എന്ന് പറഞ്ഞാൽ നിര. തരക്ക് കിലോനെ ഹെ, ആ കടകളിലെല്ലാം പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളുണ്ട്. സിപ്പാഹി और गुजरिया, राजा और वकील, बिस्ती और ധോബിൻ और സാധു, പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ. അത് ഏതൊക്കെയാണ്? സിപ്പാഹി ഉണ്ട്. സിപ്പാഹി എന്ന് പറഞ്ഞാൽ സോൾജർ, സൈനികൻ്റെ രൂപത്തിലുള്ള കളിപ്പാട്ടം. ഗുസരിയ എന്ന് പറഞ്ഞാൽ ഇടയ സ്ത്രീയാണ്. ഈ പശുവിനെയും ആടിനെയും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾ. രാജാവുണ്ട്. ഒരു വക്കീലുണ്ട്. ബിസ്തി എന്ന് പറഞ്ഞാൽ വെള്ളം ചുമക്കുന്ന ആളാണ് ബിസ്തി. ഒരു ധോബിൻ ഒരു സാധു, ധോബിൻ എന്ന് പറഞ്ഞാൽ അലക്കുകാരൻ. സാധു സന്യാസിയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ബിസ്തി എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് ഒരു തുണിസഞ്ചിയുണ്ട്. ആ തുണിസഞ്ചിയിൽ ആണ് വെള്ളം ചുമന്നിട്ട് പല വീടുകളിലേക്കും പല ആളുകളിലും എത്തിച്ചിരുന്നത്. ഇതിനെയാണ് ബിസ്തി എന്ന് പറയുന്നത്. വാ കിത്തനെ സുന്ദർ കിലോനെ, എത്ര സുന്ദരമായ ഭംഗിയുള്ള കളിപ്പാട്ടങ്ങളാണ്. അബ് ബോലാ ഹി ചാത്തെ ഹെ, ആ കളിപ്പാട്ടങ്ങളെ കാണുമ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ബോലാ ഹി ചാഹത്തെ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ. മഹ്മൂദ് സിപ്പാഹി ലേത്താ ഹെ, നമ്മുടെ ഹാമിദിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായ മഹ്മൂദ് സൈനികനെയാണ് വാങ്ങിയത്. കാക്കി വർദി ഓർ ലാൽ പഗടി വാല, ആ കളിപ്പാട്ടമായ സിപ്പാഹി ധരിച്ചിരിക്കുന്നത് കാക്കി യൂണിഫോമും അതുപോലെ തന്നെ ചുവന്ന തൊപ്പിയുമാണ്. പഗടിവാല എന്ന് പറഞ്ഞാൽ തൊപ്പി, സൈനികനാണല്ലോ. കന്തേപ്പർ ബന്ദൂക്ക് റക്കേ ഹുവേ, അതുപോലെ തന്നെ ഷോൾഡറിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഗൺ വെച്ചിട്ടുണ്ട്. ബന്ദൂക്ക് എന്ന് പറഞ്ഞാൽ ഗണ്ണാണ്, തോക്ക്. അതാണ് മുഹമ്മദ് വാങ്ങിയ സിപ്പായി ആയ കിലോനേൻ്റെ കളിപ്പാട്ടത്തിൻ്റെ പ്രത്യേകത. മാലൂം ഹോത്താ ഹെ അബി കവായദ് കിയെ ചല ആ രഹാ ഹെ, ആ കളിപ്പാട്ടത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, നമുക്ക് തോന്നുന്നത് അബി കവായദ് കിയെ ചല ആ രഹാ ഹെ, ആ സിപ്പാഹി കളിപ്പാട്ടം ഇപ്പോൾ നിയമമൊക്കെ നടത്തി. കവായദ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് എന്ന് അർത്ഥമുണ്ട്, നിയമം എന്ന അർത്ഥമുണ്ട്. അത് നടത്തിയിട്ട് വരുന്നത് പോലെയാണ് ആ കളിപ്പാട്ടത്തെ കണ്ടാൽ, മുഹമ്മദ് വാങ്ങിയ സിപ്പാഹി കളിപ്പാട്ടത്തെ കണ്ടാൽ നമുക്ക് തോന്നുന്നത്. മോഹ്സിൻ കോ ബിസ്തി പസന്തായ ഹെ, അതുപോലെ തന്നെ മോഹ്സിന് വെള്ളം ചുമക്കുന്ന ആളിൻ്റെ ആ കളിപ്പാട്ടം, ആ രൂപത്തിലുള്ള ആ കളിപ്പാട്ടമാണ് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ പ്രത്യേകത കമർ ഝുക്കി ഹെ ഊപ്പർ മഷക് റക്കേ ഹുവേ ഹെ, നടു വളഞ്ഞ് അതുപോലെ തന്നെ മുകളിൽ തുകൽ സഞ്ചി
ആ നടുവിൻ്റെ മുകളിലായിട്ട് ഈ മഷക്ക് എന്ന് പറഞ്ഞാൽ തുകൽ സഞ്ചിയാണ്, അത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മോഹസിൻ്റെ കളിപ്പാട്ടത്തിൻ്റെ പ്രത്യേകത. മഷക്ക മൂ എക് സാത്ത് സെ പക്കടേ ഹുവേ ഹെ. ആ തുകൽ സഞ്ചിയുടെ ആ മുഖഭാഗം ഒരുമിച്ച് കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. ഇതാണ് തുകൽ സഞ്ചി, അതിൻ്റെ അഗ്രഭാഗം കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു കളിപ്പാട്ടമാണ് അവന് വാങ്ങിയിരിക്കുന്നത്. കിത്തന പ്രസന്ന ഹെ, വളരെ സന്തോഷവാനായിട്ടുള്ള കളിപ്പാട്ടങ്ങളാണ്. ഷായദ് കോയി ഗീത് ഗാ രഹാ ഹെ, ആരോ പാട്ട് പാടുന്നുണ്ട്. ബസ് മഷക് സെ പാനി ഉണ്ടേല ഹി ചാത്ത ഹെ. ആ തുണി സഞ്ചിയിൽ നിന്ന് അല്ലെങ്കിൽ ആ തുകൽ സഞ്ചിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ, ഒഴുകാൻ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് തോന്നും ആ കളിപ്പാട്ടം കാണുമ്പോൾ. ഉണ്ടേൽ എന്ന് പറഞ്ഞാൽ ഒഴുകുക. നൂറേക്കോ വക്കീൽ സെ പ്രേം ഹെ. നമ്മുടെ അടുത്ത കഥാപാത്രമായ നൂറെ, ഹാമിദിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായ നൂറയ്ക്ക് വക്കീൽ രൂപത്തിലുള്ള കളിപ്പാട്ടമാണ് ഇഷ്ടപ്പെട്ടത്. കൈസി വിദ്ദത ഹെ ഉസ്കെ മുഖ് പർ. ആ കളിപ്പാട്ടത്തിൻ്റെ പ്രത്യേകത ഇപ്രകാരമാണ്, അതിനെ കാണുമ്പോൾ തോന്നുന്നതാണ് ഇവിടെ പറയുന്നത്. കൈസി വിദ്ദത ഹെ, എത്ര പാണ്ഡിത്യം നിറഞ്ഞിരിക്കുന്നു. ആ കളിപ്പാട്ടത്തെ കാണുമ്പോൾ തോന്നുന്നതാണ്. വിദ്ദത എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യം. അതിൻ്റെ മുഖത്ത് മുഖപ്പർ काला चोगा, नीचे सफ़ेद अचकन, अचकन के सामने की जेब में घड़ी, सुनहरी जंजीर, एक हाथ में कानून का पोता लिए हुए. ആ വക്കീൽ രൂപത്തിലുള്ള ആ കളിപ്പാട്ടത്തിൻ്റെ പ്രത്യേകത ഇപ്രകാരമാണ്. കാല ചോക, ബ്ലാക്ക് കോട്ട് ധരിച്ചിട്ടുണ്ട്. ചോക എന്ന് പറഞ്ഞാൽ കോട്ട് അല്ലെങ്കിൽ ഗൗണാണ്. നീച്ചെ സഫേദ് അച്കൻ, താഴത്തായിട്ട് വെള്ള വൈറ്റ് നിറത്തിലുള്ള കുർത്തയുണ്ട്. അച്ചിക്കൻ എന്ന് പറഞ്ഞാൽ കുർത്ത. അച്ചിക്കൻ കെ സാമനേക്ക് ജേബുമേ, ആ കുർത്തയുടെ മുമ്പിലായിട്ട് പോക്കറ്റിൽ, ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ ഘടിയുണ്ട്, വാച്ചുണ്ട്. സുനഹരി ജഞ്ചീർ, ഗോൾഡൻ ചെയിന്. ജഞ്ചീർ എന്ന് പറഞ്ഞാൽ ചെയിൻ, സുനഹരി എന്ന് പറഞ്ഞാൽ ഗോൾഡൻ. എക് ഹാത്ത് മേ കാനൂൻ കാ പോത്ത ലിയേ ഹുവേ. അതുപോലെ തന്നെ ഒരു കയ്യിൽ നിയമഗ്രന്ഥമുണ്ട്. കാനൂൻ കാ പോത്ത എന്ന് പറഞ്ഞാൽ നിയമഗ്രന്ഥം. ഒരു വക്കീലിൻ്റെ രൂപം എപ്രകാരമാണോ അതുപോലെ തന്നെയാണ് കളിപ്പാട്ടത്തിലും കാണാനായിട്ട് സാധിക്കുന്നത്. മാലൂം ഹോത്ത ഹെ അബി കിസി അദാലത്ത് സെ ജറഹ് യാ ബഹസ് കിയേ ചല ആ രഹാ ഹെ. ആ കളിപ്പാട്ടത്തെ കാണുമ്പോൾ തോന്നുന്നത് ഇപ്പോൾ ഏതോ കോടതിയിൽ നിന്ന്, കോടതിയിൽ നിന്ന് ജറഹ് യാ ബഹസ് കിയേ ചല ആ രഹാ ഹെ, എതിർവാദം വാദിച്ചുകൊണ്ട്, ബഹസ് എന്ന് പറഞ്ഞാൽ വാദിക്കുക, ജിറഹ് എന്ന് പറഞ്ഞാൽ എതിർവാദം, വാദിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ് ആ കളിപ്പാട്ടത്തെ കണ്ടാൽ തോന്നുന്നത്. യെ സബ് ദോ പൈസയ്ക്ക് കിലോനെ ഹെ. ഇതെല്ലാം 2 പൈസയുടെ കളിപ്പാട്ടങ്ങളാണ്. ഇതിനൊക്കെ ഹാമിദ് കെ പാസ് കുൽ 3 പൈസ ഹെ. നമ്മുടെ ഹാമിദിൻ്റെ അടുത്ത് ടോട്ടൽ, കുൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 പൈസയാണുള്ളത്. ഇത്തനെ മഹങ്ക കിലോനെ വ കൈസല്ലേ. ഇത്രയ്ക്കും വിലയുള്ള കളിപ്പാട്ടങ്ങൾ അവൻ എങ്ങനെ വാങ്ങിക്കാനാണ്? ആകെയുള്ള പൈസ 3 പൈസയേ ഉള്ളൂ. കിലോനെ നഹി ആജ് സെ ചൂട്ട് പടേ തോ ചൂർ ചൂർ ഹോ ജായേ. അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, അഥവാ ഈ കിലോണയൊക്കെ വാങ്ങിയാൽ കയ്യിൽ നിന്നെങ്ങാനും വിട്ടുപോയാൽ അത് തകിട് പൊടിയാകും. കിലോനെ കഹി ആജ് സെ, കയ്യിൽ നിന്ന് ചുട്പടേ, വിട്ടുപോവുക. ചൂർ ചൂർ ഹോ ജായേ, തകിട് പൊടിയാകും. ജറാ പാനി പടേത്തോ സാറാ റംഗ് ധുൽ ജായേ. അതുപോലെ തന്നെ കുറച്ച് വെള്ളം തട്ടിയാൽ അതിൻ്റെ നിറം, അതിനടിച്ചിരിക്കുന്ന പെയിൻ്റൊക്കെ ഇളകും. ധൂൽ ജാന, ഇളകുക.
ऐसे खिलौने लेकर वह क्या करेगा? ഇപ്രകാരമുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ്? കിസ് കാം കി, എന്താണ് അതിനുകൊണ്ട് പ്രയോജനം? ആ കുഞ്ഞു മനസ്സിൽ തോന്നുന്ന കാര്യമാണ്. बहुत छोटी उम्र वाले हैं हामिद, उनके मन में ऐसी चिंताएं आता है क्योंकि उनके पास बहुत कम पैसे हैं, गरीबी की अवस्था है, मनाने वो चाहता है, त्यौहार है, खिलौना खरीदना वो चाहता है, लेकिन उनको उनके दादी माँ के बारे में चिंता है। दादी माँ बहुत मेहनत करके वो पैसा दिया है। मोहसिन, मेरा बिस्ती റോസ് പാനി ദേ ജായേഗ സാഞ്ച് സബേരെ. നമുക്കറിയാം, കുട്ടികൾ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയാൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന സംസാരങ്ങളാണ്. ഇതിൽ മെഹസിൻ പറയുകയാണ്, മേരാ ബിസ്തി, എൻ്റെ ഈ വെള്ളം ചുമക്കുന്ന ആളാണ്. മോഹസിൻ വാങ്ങിയിരിക്കുന്നത് ആ കളിപ്പാട്ടമാണ്. ഡെയിലി റോസ് പാനി ദേ ജായേഗ, എനിക്ക് വെള്ളം കൊണ്ട് തരും. സാഞ്ച് സവേരെ, സന്ധ്യയ്ക്കും രാവിലെയും. സാഞ്ച് എന്ന് പറഞ്ഞാൽ സന്ധ്യയാണ്. അതുപോലെ മുഹമ്മദ് ഇത് കേട്ടപ്പോൾ പറയുകയാണ്, ഓർ മേരാ സിപ്പാഹി ഘർ കാ പെഹ്റ ദേഗ, എൻ്റെ സൈനികൻ, അവൻ വാങ്ങിയിരിക്കുന്നത് സൈനികനെയാണ്, സൈനികൻ്റെ രൂപത്തിലുള്ള കളിപ്പാട്ടമാണ്. എൻ്റെ സൈനികൻ ഘർ കാ പെഹ്റ ദേഗ, എൻ്റെ വീടിന് കാവൽ നിൽക്കും. പെഹ്റ ദേന, കാവൽ നിൽക്കുക. കോയി ചോർ ആവേഗ തോ ഫോറൻ ബന്ദൂഖ് സെ ഫയർ കർ ദേഗ, കള്ളനോ മറ്റോ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോറൻ ബന്ദൂഖ് സെ, തോക്കുകൊണ്ട് വെടിവെക്കും. ഫയർ കർ ദേഗ. നൂറെ, അത് കേട്ട് നൂറെ പറഞ്ഞു, ഒരു മേരാ വക്കീൽ ഖൂബ് മുഖ്ദമ ലടയുക, എൻ്റെ വക്കീൽ കേസ് വാദിക്കും. മുഖ്ദമ എന്ന് പറഞ്ഞാൽ കേസാണ്, ലടയുക വാദിക്കുക, വളരെ നന്നായിട്ട് കേസ് വാദിക്കും. അത് കേട്ട് സമ്മി പറഞ്ഞു, ഓർ മേരി ധോബിൻ റോസ് കപ്പടെ ധോയേഗി, എൻ്റെ അലക്കുകാരൻ അല്ലെങ്കിൽ അലക്കുകാരി ഡെയിലി വസ്ത്രങ്ങളൊക്കെ അലക്കും. ധോയേഗി. ഹാമിദ് കിലോനയ്ക്ക് നിന്ദ കർത്ത ഹെ, പക്ഷേ ഹാമിദ് ഇതൊന്നും വാങ്ങിയില്ല. അവൻ്റെ അടുത്ത് അത്രയ്ക്കും പൈസയും ഇല്ല. അവൻ ഇതിനൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത്. നിന്ദ കർത്ത ഹെ, അതൊക്കെ നിന്ദിച്ചുകൊണ്ട്, അത് കേട്ടതൊക്കെ നിന്ദിച്ചുകൊണ്ട് പറയുകയാണ്, മിട്ടി ഹി കെ തോ ഹേ ഘിരെ തോ ചക്നാചൂർ ഹോ ജായേ ലേക്കിൻ ലൽച്ചായി ഹുയി ആങ്കോ സെ കിരണോ കോ ദേഖ് രഹാ ഹെ. ഹാമിദ് പറയാണ്, ഇതൊക്കെ മണ്ണിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതൊക്കെ വീഴുകയാണെങ്കിൽ, താഴെ വീഴുകയാണെങ്കിൽ തകർന്നു പോകും. ചക്നാചൂർ ഹോ ജായേ ലേക്കിൻ ലൽച്ചായി ഹുയി ആങ്കോ സെ ഖിലോനെ കോ ദേഖ് രഹാ ഹെ. പക്ഷേ കൊതിയോടെ അവൻ ഈ കളിപ്പാട്ടങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന് കൊതിയുണ്ട്, വേറെ നിവൃത്തിയില്ല. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇവിടെ आज हमने पढ़ा ഭാതൃത്വക്കെ ബാരമേ പഠ, സാഹോദര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പദവിയോ ധനവോ നോക്കാതെ ഈദ് ആഘോഷിക്കാൻ വന്നതാണ്. ഗ്രാമത്തിൽ നിന്നും നഗരത്തിൽ നിന്നും ഒരുപാട് ആളുകളുണ്ട്. കടകളിലേക്ക് അവർ നമാസിന് ശേഷം കടകളിലേക്ക് പോയ സമയത്ത് അവർ കാണുന്ന കളിപ്പാട്ടങ്ങളും അവർ വാങ്ങിച്ച കളിപ്പാട്ടങ്ങളും ഹാമിദിൻ്റെ സുഹൃത്തുക്കൾ വാങ്ങിച്ച കളിപ്പാട്ടങ്ങൾ, അതിനെ കാണുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ തുടങ്ങിയവയാണ് നമ്മളിന്ന് പഠിച്ചത്. ഹാമിദ് മാത്രം കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിയില്ല. അവൻ്റെ കയ്യിൽ കേവലം 3 പൈസയേ ഉള്ളൂ. കറങ്ങുന്ന ചക്രത്തിൽ കയറാൻ 1 പൈസയും അതുപോലെ തന്നെ മറ്റ് കളിപ്പാട്ടങ്ങൾക്കൊക്കെ 2 പൈസയുമാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് എന്തിനാ എന്നാണ് അവൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നുന്നത്. താഴെ വീണാൽ പൊട്ടുകയില്ലേ, കളർ പോകുകയില്ലേ എന്നൊക്കെ അവൻ തോന്നുകയാണ്. आशा करता हूँ कि आप लोगों को आज की कक्षा
समझ में आया है। धन्यवाद।